ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. റീസെന്റ് ഞാനൊരു വീഡിയോയിൽ കണ്ട റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് പൊടികൈകളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ രാവിലെ ഫ്രഷായി കണ്ണിന് വിളക്ക് വെച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് ഫുൾ പോസിറ്റിവിറ്റി നിറച്ചപ്പോൾ എന്തോ ഒരു സമാധാനം. പിന്നെ ചന്ദനക്കുറിയൊക്കെ തൊട്ടു കേട്ടോ. ഈ ചന്ദനക്കുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ പ്രസാദം തന്നെയാണ്. പിന്നെ അടുക്കളയിൽ വന്ന് അടുക്കളയിലെ വിൻഡോ ഒക്കെ തുറന്നിട്ടപ്പോൾ തന്നെ ആ സൺലൈറ്റ് ഒക്കെ കയറുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ തലേ ദിവസം ഗ്രീൻ പീസ് ഒക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ നാളികേരം പൊട്ടിക്കാനായിട്ട് വേറെ ടൂൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചപ്പാത്തിക്കോൽ എടുത്തിട്ടാണ് കേട്ടോ പൊട്ടിക്കുന്നത്. പിന്നെ ആ നാളികേര വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു രസമുള്ളേ അല്ലേ. അങ്ങനെ പതിയെ നാളികേരൊക്കെ ചെറുകിട്ടോ. പിന്നെ ഇവിടെ നമ്മൾ റെന്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് തേങ്ങ വരെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കാം. പിന്നെ ഈ തേങ്ങ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അതിലേക്കാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ക്യൂക്കർ ഓട്സ് ആണ്. ക്യൂക്കർ ഓട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് ഒരു ഹാഫ് പീസ് ക്യാരറ്റും ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇതുപോലെ ആയിരിക്കും കൺസിസ്റ്റൻസി. അതിൽ കുറച്ചൊന്ന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നനച്ച് വെക്കാം. പിന്നെ വേറൊരു ബൗളിൽ ഞാൻ ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നനച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുട്ടിലൊക്കെയുള്ള 3 ബൗളും റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസിനുള്ള ഗ്രേവിക്കുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള വെളിച്ചെണ്ണയിൽ ഉപ്പിട്ട് വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് അത് റെഡിയാക്കി എടുക്കാറോ. അപ്പോൾ അത് വഴണ്ട് വരുന്ന സമയം ഞാനിവിടെ പുട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ അതേപോലെ തന്നെ ഓട്സും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സും, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ചോളത്തിൻ്റെ മിക്സ്, അങ്ങനെ മാറി മാറി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഫില്ലാവുന്നവരെ ഇതേപോലെ തന്നെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരിക്കും നമുക്ക് കിട്ടാം. പിന്നെ നല്ല പപ്പടത്തിൻ്റെ കൂടെയും ഈ പുട്ട് നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. പിന്നെ അതാ മസാല റെഡി വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആവണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കഴിച്ച് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് വെന്ത് വന്നപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാങ്ങിച്ച മല്ലിയില മൊത്തത്തിൽ അങ്ങോട്ട് ഇറക്കി വെച്ചേക്കുവാണ്. അതാകുമ്പോൾ കിച്ചണിൽ കാണാൻ ഒരു ഗ്രീനറി എഫക്റ്റും ഉണ്ടാവും. സംഭവം വാടി പോവത്തുമില്ല. എങ്ങനെ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മല്ലിയില പൊട്ടിച്ചെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി വന്നു. ഇനി വാചകം അടിക്കുന്നില്ല, ഞാൻ പോയി കഴിക്കട്ടെ. ടാറ്റാ.